വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഐഷയെ കൊലപ്പെടുത്തിയെന്ന് സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തിയതായി കേസ് ഡയറി. ഐഷ കൊലപാതകത്തിന്റെ കേസ് ഡയറിയുടെ പകർപ്പ് ന്യൂസ് 18 ഇതാ പുറത്തുവിടുകയാണ്. കോട്ടയം ക്രൈംബ്രാഞ്ചിനോടാണ് കുറ്റസമ്മത മൊഴി. സ്വർണവും പണവും തിരിച്ചു ചോദിച്ചതിന്റെ പ്രതികാരമാണ് കൊലപാതകം. പള്ളിപ്പുറത്ത് വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളിൽ ഐഷയുടേതുമുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പള്ളിപ്പുറത്ത് വീടിന്റെ പരിസരത്ത് വെച്ചായിരുന്നു ഐഷയുടെ അവസാന ടവർ ലൊക്കേഷൻ പോലീസിന് ലഭിച്ചത്. ഈ വാർത്ത തുടക്കം മുതലേ പുറത്തു കൊണ്ടുവന്ന ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, വെരി ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് നമ്മൾ പുറത്തു കൊണ്ടുവരുന്നത്. ഐഷ എന്നൊരാളെ കാണാനില്ല എന്ന് പോലീസിനെ ഓർമ്മിപ്പിച്ചത് പോലും ന്യൂസ് 18 ആണ് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. കാരണം അത്രമാത്രം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നത് നമ്മളാണ്. നമ്മൾ തെളിച്ച വഴി അന്വേഷണ സംഘം പോയി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ ഐഷ എന്നൊരാളെ കാണാനില്ല, അല്ലെങ്കിൽ ഐഷയെ കൊലപ്പെടുത്തിയെന്ന് റോസമ്മ എന്ന സ്ത്രീ നമ്മളോട് പറഞ്ഞത് മുതലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു പുനരന്വേഷണം പോലീസ് നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഇപ്പോഴിതാ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റസമ്മത മൊഴി പുറത്തു വന്നിരിക്കുന്നു. സ്വർണവും പണവും ചോദിച്ചതിലെ പ്രതികാരം വീട്ടിയതാണ് താൻ. ഐഷയെ കൊലപ്പെടുത്തിയിരിക്കുന്നു. അത് എവിടെ വെച്ച്, എപ്പോൾ, എങ്ങനെ എന്നുള്ളതിന്റെ വളരെ പ്രധാനപ്പെട്ട വിവരമാണിപ്പോൾ പുറത്തു വരുന്നത്. 2012 ഐഷയെ കാണാതാകുന്നത്. അതിനുശേഷം ഐഷയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് വളരെ വ്യക്തം. വിവരങ്ങൾ തീർച്ചയായിട്ടും ഭവ്യ, ഐഷ തിരോധാന കേസിന്റെ ഒരു വ്യക്തമായ ഒരു കൺക്ലൂഷനിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ന്യൂസ് 18 ആണ് ഇത്തരത്തിൽ ഒരു സ്ത്രീ, ഐഷ എന്ന സ്ത്രീയുടെ തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യൻ ഉണ്ട് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നത്. റോസമ്മ എന്ന സ്ത്രീയെ പുറത്തു കൊണ്ടുവന്നതോടുകൂടി, അതായത് സെബാസ്റ്റ്യന്റെ പെൺ സുഹൃത്തായ റോസമ്മയെ പുറത്തു കൊണ്ടുവന്നതോടുകൂടിയാണ്, അവരുടെ വാക്കുകളിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ കേസ് തന്നെ റീഓപ്പൺ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. അത് മറ്റൊരു തലത്തിൽ കഴിഞ്ഞ ദിവസം 302 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് സെബാസ്റ്റ്യനെതിരെ കോടതിയിൽ, മജിസ്ട്രേറ്റ് കോടതി 1 റിപ്പോർട്ട് നൽകിയതോടുകൂടി അത് മറ്റൊരു തലത്തിലേക്ക് ആ കേസ് മാറിയിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ ആ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റസമ്മത മൊഴി സെബാസ്റ്റ്യന് ലഭ്യമായിട്ടുണ്ട് എന്ന് പോലീസ് ചേർത്തല CI ലൈസാദ് മുഹമ്മദ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ APP വിനോദ് M അടക്കമുള്ള ആളുകൾ വാദിച്ച വിവരത്തിന്റെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. കേസ് ഡയറിയുടെ പകർപ്പാണ് ന്യൂസ് 18 ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതായത് സീരിയൽ കില്ലറായ സെബാസ്റ്റ്യന് ഐഷ തിരോധാനത്തിൽ കൃത്യമായ റോൾ ഉണ്ട് എന്നാണ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഐഷ കൊല്ലപ്പെട്ട തീയതി എന്നടക്കമുള്ള വിവരങ്ങൾ, വിശദമായ വിവരങ്ങൾ ഈ കേസ് ഡയറിക്കകത്ത് ഉണ്ട് എന്നുള്ളതാണ്. 2012 മെയ് 13 ഐഷ കാണാതാകുന്നത്. അന്ന് വൈകിട്ട് 4 മണിയോടുകൂടി 4 മണിക്ക് ശേഷം, അതായത് 4 മണിയോട് ചേർന്ന് തന്നെ ഐഷ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കേസ് ഡയറിയിൽ വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ജൈനമ്മ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ ജൈനമ്മ തിരോധാന കേസാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേസായി ഏറ്റവും ഒടുവിൽ വരുന്നത്. കാരണം ഈ സ്ത്രീകളുടെ എല്ലാം തിരോധാനം നടന്നുവെങ്കിലും ജൈനമ്മ കൊലക്കേസിൽ ക്രൈംബ്രാഞ്ച് സംഘം പള്ളിപ്പുറത്തെ വീട്ടിലെത്തി സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതോടെയാണ് വീണ്ടും കേസുകളൊക്കെ തന്നെ അന്വേഷണത്തിലേക്ക് വരികയും ബിന്ദു പത്മനാഭൻ ജൈനമ്മ കേസുകളിൽ സെബാസ്റ്റ്യൻ കൊലപാതകയാണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തു. റോസമ്മയെ പുറത്തേക്ക് കൊണ്ടുവന്ന റോസമ്മ, അതായത് ഐഷയുടെ സെബാസ്റ്റ്യന്റെ പെൺ സുഹൃത്തായ റോസമ്മ ന്യൂസ് 18 നടത്തിയ വെളിപ്പെടുത്തൽ സെബാസ്റ്റ്യൻ അവരെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള ആ ഒരു തുറന്നു പറച്ചിലടക്കം പിന്നീട് ആ അൺഡിക്റ്റഡ് എന്നുള്ള കേസ് റീഓപ്പൺ ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കുകയുമായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം, നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഐഷ കൊല്ലപ്പെട്ടത് പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ വീട്ടിലാണ് എന്ന ഈ കേസ് ഡയറിയിലൂടെ ഒരു സ്ഥിരീകരണം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. 2012 മെയ് 13 തന്നെ ഐഷ കൊല്ലപ്പെട്ടിരിക്കുന്നു. അന്ന് വൈകിട്ട് 4 മണിയോടെ നേരത്തെയുള്ള കൊലപാതകങ്ങൾ, ബിന്ദു പത്മനാഭന്റെയും ജൈനമ്മയുടെയും കൊലപാതകം നടന്ന പള്ളിപ്പുറത്തെ വീട്ടിൽ തന്നെയാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. പക്ഷെ മൃതദേഹം എങ്ങനെ മറവു ചെയ്തു എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്
അന്വേഷണ സംഘം ഈ കേസ് ഡയറിയിൽ കുറിച്ചിരിക്കുന്നത്. മാത്രമല്ല, കൊലപാതകത്തിന്റെ ഉദ്ദേശം സ്വർണവും പണവും അപഹരിക്കൽ ആയിരുന്നു എന്ന് തന്നെയാണ്. നേരത്തെ നമ്മളുടെ മുന്നിൽ ഐഷയുടെ സുഹൃത്തായ സ്ത്രീ എത്തിയിരുന്നു. അവർ പറഞ്ഞത് 2 ലക്ഷം രൂപയും 1.5 പവൻ സ്വർണ്ണമാലയും ഐഷയുടെ സെബാസ്റ്റ്യൻ കൈക്കലാക്കിയിരുന്നു. ഇത് തിരികെ ചോദിച്ചതാണ് ഒരു വൈരാഗ്യത്തിലേക്ക് നയിക്കുകയും ഐഷയെ കൂടി കൊലപ്പെടുത്താമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അയാൾ എത്തിയതെന്നുമാണ്. എന്തായാലും മറ്റ് കേസുകളിലേതുപോലെ തന്നെ ഐഷ കേസിലെയും കരുതി കൂട്ടിയുള്ള കൊലപാതകമാണ് എന്നുള്ള കാര്യങ്ങളാണ് കേസ് ഡയറിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് തീർച്ചയായും നമുക്കറിയാം 2012 മെയ് 13 ഐഷയെ കാണാതാകുന്നത്. ബാങ്കിൽ പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഐഷയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നതിന്റെ ഉത്തരം നമുക്ക് ഇപ്പോൾ പൂർണ്ണമായി ലഭിച്ചു എന്ന് ഉറപ്പിക്കാമല്ലേ ഈ ഘട്ടത്തിൽ? തീർച്ചയായിട്ടും. അതായത് സെബാസ്റ്റ്യൻ തന്നെയാണ് ഐഷയുടെ വീടിന് സമീപമുള്ള ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്ത് കാറുമായി വന്ന് സെബാസ്റ്റ്യനാണ് ഐഷയെ കൂട്ടിക്കൊണ്ടുപോയത്. അതായത് കരുതി കൂട്ടിയുള്ള ഒരു കൊലപാതകമായിരുന്നു ഇത് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് സെബാസ്റ്റ്യൻ കാറുമായി എത്തി ഐഷയെ കൂട്ടിക്കൊണ്ടുപോയി. സെബാസ്റ്റ്യൻ നിർദ്ദേശാനുസരണം തന്നെയാണ് ഐഷ അവിടേക്ക് പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഐഷയുടെ അവസാന ടവർ ലൊക്കേഷൻ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീടിന്റെ പരിസരമാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. 4 മണിക്ക് ശേഷം ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നുള്ളതും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ കേസുകൾ ബിന്ദു പത്മനാഭൻ അല്ലെങ്കിൽ മറ്റ് ജയനമ്മ കേസിൽ പിന്നെ എവിഡൻസ് കൃത്യമായി പോലീസിന് ക്രൈംബ്രാഞ്ചിനുണ്ട്. പക്ഷേ ബിന്ദു പത്മനാഭൻ കേസിലേതുപോലെയല്ല. ഇതിൽ കൃത്യമായ ഒരു സാക്ഷിമൊഴിയുണ്ട്. അതായത് ഐഷയെ ഈ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയ ദിവസത്തിന്റെ തലേ ദിവസം ഐഷയെ മർദ്ദിക്കുന്നത് കണ്ടു എന്ന സ്ത്രീയുടെ, അതായത് ഐഷയുടെ അടുത്ത സുഹൃത്തും അയൽവാസിയുമായ സ്ത്രീയുടെ കൃത്യമായ സാക്ഷിമൊഴി അന്വേഷണ സംഘത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അത് ഈ കേസിൽ, അതായത് നമ്മൾ അവരെ ആ സ്ത്രീ അന്നുണ്ടായ സംഭവങ്ങളെ കുറിച്ച് നമ്മളോട് വിശദീകരിച്ചിരുന്നു. അതിനുശേഷം അവരുടെ 164 അടക്കമുള്ള മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 സ്ത്രീകളുടെ 164 രേഖപ്പെടുത്തിയിട്ടുണ്ട്. രഹസ്യമൊഴി പോലീസ് കോടതിയിൽ എത്തിച്ച് അവരുടെ രേഖപ്പെടുത്തി ചെയ്തു എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടതായി ആ മൊഴികളിലുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തലേദിവസം സ്വർണവും പണവും ആവശ്യപ്പെട്ട് ഐഷയും സെബാസ്റ്റ്യനും തമ്മിൽ പ്രശ്നമുണ്ടാകുന്നതിന് സാക്ഷിയാണ് താനെന്നും ഐഷ പണം ചോദിച്ചതോടെ സെബാസ്റ്റ്യൻ ഐഷയുടെ മുഖത്തടിച്ചു, മുഖം മുറിഞ്ഞ് രക്തം വന്നു എന്നടക്കമുള്ള നിർണായകമായ വിവരങ്ങൾ അവർ നമ്മളോട് പങ്കുവച്ചിരുന്നു. അതേ സാക്ഷിമൊഴി തന്നെയാണ് കോടതിയിലേക്കും എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ന്യൂസ് 8 അവരെ പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് പോലീസ് അവരുടെ രഹസ്യമൊഴി കോടതിയിൽ എത്തിച്ച് രേഖപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിലനിൽക്കുന്നത് റോസമ്മ അടക്കമുള്ള ആളുകൾക്ക്, കാരണം ഐഷ തിരോധാനത്തിന് ശേഷം സെബാസ്റ്റ്യനുമായി വീണ്ടും ബന്ധം പുലർത്തിയിരുന്ന ആളാണ് റോസമ്മ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിനകത്ത് എന്താണ് ബന്ധം എന്നുള്ളതാണ്. പക്ഷേ നിലവിലത്തെ കേസിനകത്ത് ഇപ്പോൾ ഇന്നലെ കസ്റ്റഡിയിലേക്ക് സെബാസ്റ്റ്യനെ ചേർത്തല പോലീസിന് കിട്ടിയിട്ടുണ്ട്. ചേർത്തല സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചേർത്തല സിഐ ഐസാദ് മുഹമ്മദ് ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. മറ്റു കേസുകളെല്ലാം ക്രൈംബ്രാഞ്ചാണ്. ഈ ഐഷ കേസ് നോക്കുന്നത് ചേർത്തല പോലീസ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് അവർ ചോദ്യം ചെയ്യുമ്പോഴും ഇയാൾ ഇപ്പോഴും ആ ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു. അതായത് ഇത്രയധികം സാക്ഷിമൊഴികളും കാര്യങ്ങളുമുണ്ട്. അയാൾ ക്രൈംബ്രാഞ്ചിനോട് കുറ്റസമ്മത മൊഴി നടത്തിയിട്ടുണ്ട്. പക്ഷേ കോടതിയിലേക്ക് എത്തുമ്പോൾ തനിക്ക് ഐഷയെ അറിയേയില്ല എന്നുള്ള നിലപാടിൽ അയാൾ നിൽക്കുന്നു എന്നുള്ളതാണ്. താൻ ഐഷയെ കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ള നിലപാടിലേക്ക് സെബാസ്റ്റ്യൻ അതേ നിലപാടിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഓരോ ഘട്ടത്തിലും അയാൾ പറയുന്ന കാര്യങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ സെബാസ്റ്റ്യനും ഐഷയും തമ്മിലുള്ള അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് 4ഓളം പേർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സെബാസ്റ്റ്യൻ ഐഷയെ മർദ്ദിക്കുന്നു കണ്ടു എന്നുള്ള ഡയറക്റ്റ് ഐ വിറ്റ്നസ് ആ കേസിനകത്ത് ഉണ്ട്. ഇവരെല്ലാവരും മൊഴി നൽകുമ്പോഴും സെബാസ്റ്റ്യൻ താൻ ഐഷയെ കണ്ടിട്ടേ ഇല്ല എന്നുള്ള നിലപാട് ഇന്നലെയും പോലീസിനോട് ആവർത്തിച്ചു എന്നുള്ളതാണ്. അയാൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പരമാവധി അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ സെബാസ്റ്റ്യൻ മറ്റ് കേസുകളിലേതുപോലെ തന്നെ ഇവിടെയും അന്വേഷണ സംഘത്തിന് മുന്നിൽ അത്തരം വിവരങ്ങളൊക്കെ ഉയർന്നുണ്ട്. പക്ഷേ എല്ലാം സെബാസ്റ്റ്യനെതിരാണ്. ഇപ്പോൾ ഇതാ പോലീസിന്റെ വളരെ പ്രധാനപ്പെട്ട കുറ്റസമ്മത മൊഴി വന്നിരിക്കുന്നു. അപ്പോൾ ഇനി അറിയേണ്ടത് എങ്ങനെയാണ് ഐഷയെ കൊലപ്പെടുത്തിയത് എന്നതാണ്. ഈ മൃതദേഹ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഐഷയുടെ മൃതദേഹാവശിഷ്ടം കിട്ടിയെന്ന് പറയുമ്പോൾ ഇത് കൂട്ടിയിട്ട് കത്തിച്ചതായിരിക്കാമോ? അതിന്റെ സാധ്യത അത് എത്രമാത്രമുണ്ട്? എന്താണ് അന്വേഷണ സംഘം പറയുന്നത്? നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത് ശരണ്യ?
ഭവ്യ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസ് ഡയറിക്കകത്ത് സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഐഷ തിരോധാനത്തിന് ശേഷം, ജൈനമ്മ തിരോധാനത്തിനുമായി ബന്ധപ്പെട്ടാണല്ലോ പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് ജൂലൈയിൽ പോലെ കോട്ടയത്തു നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം എത്തുകയും സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ തെക്ക് ഭാഗത്തായി ഒരു ചെറിയ കുഴിയിൽ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച നിലയിൽ എല്ലുകളാണ് കണ്ടെത്തിയിരുന്നത്. അപ്പോൾ അന്ന് ഉള്ള ഒരു നിഗമനം എന്ന് പറയുന്നത് ഇത് ജൈനമ്മയുടേതാകാം. ജൈനമ്മയെ കൊലപ്പെടുത്തിയ ശേഷം ഇത് 8 മാസത്തിന് ശേഷമാണല്ലോ അന്വേഷണ സംഘം എത്തുന്നത്. കാരണം അവർ മിസ്സിംഗ് ആവുന്ന ഡിസംബറിലായിരുന്നു. അതായിരിക്കും എന്നുള്ള കണക്കൂട്ടിലാണ്. പക്ഷെ അവിടെ നിന്ന് കിട്ടിയ ഒരു പല്ലിന്റെ ഭാഗം, അത് ഒരു ട്രീറ്റ്മെന്റ് ചെയ്തൊരു പല്ലിന്റെ ഭാഗമായിരുന്നു. അത് ജൈനമ്മയ്ക്ക് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ല എന്നുള്ളത് പറഞ്ഞു. അങ്ങനെയാണ് ഐഷയുടെ മൃതദേഹമാണ് എന്നുള്ളൊരു സംശയത്തിലേക്ക് അന്വേഷണം എത്തുന്നത്. കാരണം ഐഷയ്ക്ക് ഈ പറഞ്ഞ പല്ലിന് ക്യാപ്പിട്ടിട്ടുണ്ട്. പല്ലിന് ഐഷയ്ക്കുണ്ടായിരുന്ന അതേ ഇത് തന്നെയാണ് ആ ഭാഗത്തുനിന്ന് കിട്ടിയ വായുടേതായ, അതായത് തലയോട്ടിയുടെ വായുടെ ഭാഗം, മോണയുടെ ഭാഗമായി കിട്ടുന്ന ആ പല്ലിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ളത് അതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഈ കേസ് ഡയറിയിൽ വ്യക്തമാക്കുന്നത് ഒന്നിലധികം ആളുകളുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ള ഒരു നിഗമനമാണ് അവരുടെ കേസ് ഡയറിയിൽ നിന്നും കിട്ടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസ് ഡയറിയിൽ അതാണ് വ്യക്തമാക്കുന്നത്. ഐഷയുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹ അവശിഷ്ടങ്ങൾ കൂടി അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് ഒന്നിലധികം ആളുകളുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ ആണ് അവിടെ കൂട്ടിയിട്ട് കത്തിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഐഷയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ, ആ എല്ലുകൾ കണ്ടെത്തുമ്പോൾ പോലും അതിനകത്ത് ഈ ഒരുപക്ഷെ ജൈനമ്മ കേസിൽ പിടിക്കപ്പെടും എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ അതിവേഗം അവിടെ ആ പരിസരത്ത് ആ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്ന അവശേഷിക്കുന്ന ശരീരാവശിഷ്ടങ്ങൾ കൂടി കൂട്ടിയിട്ട് കത്തിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ അത് ഒന്നിലധികം ആളുകളുടെ മൃതദേഹാവശിഷ്ടങ്ങളാണ് എന്നാണ് ഈ കേസ് ഡയറി വെച്ചിട്ടുള്ള വിവരം അനുസരിച്ച് നമുക്ക് പറയാനാവുക. അത്തരത്തിലുള്ള നിർണായകമായ വിവരങ്ങൾ കൂടി കേസ് ഡയറിയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഏറെ വെല്ലുവിളിയാകുന്നത് ഈ സംഭവത്തിന്റെ ഒക്കെ കാലപ്പഴക്കമാണെന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഈ അത്രമാത്രം കാലപ്പഴക്കമുണ്ട് ഈ സംഭവങ്ങൾക്കൊക്കെ. അത് ഏത് തരത്തിൽ അന്വേഷണത്തെ ബാധിക്കും? അത് ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിന് വെല്ലുവിളിയാകുന്നുണ്ടോ? എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? ബിന്ദു പത്മനാഭൻ കേസിലെ ഏറ്റവും പ്രധാനം കാലപ്പഴക്കം തന്നെയായിരുന്നു. ഈ ഐഷ കേസ് 2012 ഇപ്പം നമുക്കറിയാം എത്ര വർഷം ഇങ്ങോട്ട് പിന്നിട്ടു എന്നുള്ളത്. പക്ഷേ ഐഷ കേസിനകത്ത് കുറച്ചുകൂടി പ്രതീക്ഷയോടെ അന്വേഷണ സംഘം പോകുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഐഷ കേസിൽ കൃത്യമായ ഈ സെബാസ്റ്റ്യനോ എതിരെ കൃത്യമായ സാക്ഷിമൊഴികൾ ഉണ്ട് എന്നുള്ളതാണ്. ബിന്ദു പത്മനാഭൻ കേസിനകത്ത് സാക്ഷിമൊഴികൾ ഉണ്ടെങ്കിലും ഇത്തരത്തിലൊരു വൈരാഗ്യ ബുദ്ധി ഇയാൾക്ക് ബിന്ദുവിനോട് തോന്നിയിട്ടുണ്ട് എന്ന ഒരു സാക്ഷിമൊഴി എങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷേ ഐഷ കേസിൽ കൃത്യമായി 2 സ്ത്രീകൾ വളരെ വ്യക്തമായി സെബാസ്റ്റ്യന് ഐഷയോട് പകയുണ്ടായിരുന്നു. അത് ഐഷയുടെ വീട് രജിസ്ട്രേഷനായി ഐഷ റിട്ടയർമെന്റ് കാലയളവിൽ ഐഷയ്ക്ക് കിട്ടിയ പൈസ അത് സെബാസ്റ്റ്യൻ പല തവണയായി ഐഷയുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ തിങ്കളാഴ്ച നടക്കാനിരിക്കെ ശനിയാഴ്ച വൈകിട്ടാണ് ഐഷ മിസ്സിംഗ് ആകുന്നത്. അതായത് വെള്ളിയാഴ്ച ആ വീട്ടിൽ വഴക്ക് നടന്നു, ഐഷയുടെ മുഖത്ത് സെബാസ്റ്റ്യൻ അടിച്ചു എന്ന് കൃത്യമായ സാക്ഷിമൊഴി പോലീസിന് ലഭ്യമായിട്ടുണ്ട്. മാത്രമല്ല പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് വരാൻ നിർദ്ദേശം നൽകിയാണ് അയാൾ പോയത് എന്നുള്ളതും ഈ ശനിയാഴ്ച ഐഷ പോകുന്നത് കണ്ടു എന്നുള്ള സാക്ഷിമൊഴി കൂടിയുണ്ട്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട സാക്ഷിമൊഴി എന്ന് പറയുന്നത് ഈ മൊഴി നൽകിയിട്ടുള്ള സ്ത്രീകളിൽ ഒരാളെ ഐഷ തിരോധാനത്തിന് ശേഷം സെബാസ്റ്റ്യൻ നേരിട്ടെത്തി ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. ഭീഷണിപ്പെടുത്തി ഈ ഐഷയുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച് പുറത്തേക്ക് പറഞ്ഞാൽ ഐഷയുടെ സ്ഥിതിയായിരിക്കും നിനക്ക് എന്ന കൃത്യമായി അവരെ ഭീഷണിപ്പെടുത്തുകയും മകനെ ഉൾപ്പെടെ കൊലപ്പെടുത്തുകയും ചെയ്യും എന്ന് അയാളുടെ ഭീഷണി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള 2 കാര്യങ്ങൾ, സാധാരണ കേസുകളിൽ നിന്ന് വിഭിന്നമായ 2 കാര്യങ്ങൾ സെബാസ്റ്റ്യൻ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പോലീസിന് ഒരു വളരെ പ്രത്യാശ നൽകുന്ന ഒരു സാക്ഷിമൊഴികളായിരുന്നു എന്നുള്ള അന്വേഷണ സംഘം പ്രതീക്ഷയിലാണ്. സെബാസ്റ്റ്യൻ 28 വരെ കസ്റ്റഡിയിൽ അവരുടെ കയ്യിലുണ്ട്. തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളിലേക്ക് അത്രയും പ്രോഗ്രസീവായിട്ട് കേസിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. എന്തായാലും സെബാസ്റ്റ്യനിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. അതായത് ഐഷയെ അയാൾ കൊലപ്പെടുത്തിയെന്ന് കുറ്റസമ്മതം മൊഴി നൽകുമ്പോൾ ഇന്നലെ കോടതിയിലെത്തിയപ്പോൾ അയാൾ അത് മാറ്റിപ്പറയാൻ ശ്രമിച്ചു. മാത്രമല്ല ഇനി അതെങ്ങനെ ആ ബോഡി ഡിസ്പോസ് ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമായി സെബാസ്റ്റ്യൻ പറയേണ്ടതായുണ്ട്. നമുക്കറിയാം മറ്റു കേസുകളിൽ ബ്ലഡ് ക്ലോട്ട് ആകുന്നവരെ ഇയാൾ ഈ ബോഡികൾ സൂക്ഷിക്കാറുണ്ട്. അതിനുശേഷമാണ് അയാൾ മുറിച്ച് വീടിന്റെ മുറ്റത്ത് പല കുഴികളിലായാണ് ഇത് ഡിസ്പോസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ശരണ്യയുടെ ഒരു അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിന്റെ വഴിയെ തന്നെയായിരുന്നു, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ വഴിയെ തന്നെയായിരുന്നു ഇതിലെ ക്രൈംബ്രാഞ്ചും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. നമ്മളോടാണ്, ന്യൂസ് 18നോടാണ് ആദ്യം തന്നെ റോസമ്മ എന്നൊരാളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്, ഈ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നത് നമ്മളാണ്. ഈ റോസമ്മ തന്നെയാണ് ആദ്യം
പ്രധാനപ്പെട്ട വിവരം നൽകിയത് ഐഷ മരിച്ചിട്ടുണ്ട്, ഐഷയെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, ഐഷയെ കൊലപ്പെടുത്തിയത് സെബാസ്റ്റ്യനാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നമ്മളിലൂടെയാണ് അന്വേഷണ സംഘത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഇതാ കുറ്റസമ്മത മൊഴി വരുന്ന സാഹചര്യത്തിൽ വീണ്ടും റോസമ്മയെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത അത് എത്രമാത്രമുണ്ട് ശരണ്യ? ഈ മറ്റു മൊഴി കൊടുത്തിട്ടുള്ള ആളുകളൊക്കെ തന്നെയും പിന്നീട് സെബാസ്റ്റ്യനുമായി ഒരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല. പക്ഷേ റോസമ്മ പറഞ്ഞ കാര്യങ്ങൾ പല വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. റോസമ്മ നമ്മളുടെ ഇന്റർവ്യൂവിൽ വ്യക്തമാക്കിയത് ഐഷയെ കാണാതായതിനു ശേഷം തനിക്ക് സെബാസ്റ്റ്യനുമായി മറ്റ് ബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ 2017 കാലയളവ് വരെ സെബാസ്റ്റ്യനും റോസമ്മയും തമ്മിൽ അടുത്ത ബന്ധം പുലർത്തിയിരുന്നുവെന്നും 2017 ഇവർ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം വരെ എത്തിയതാണ് എന്നുള്ളതുമാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം പിന്നീട് ഈ ബന്ധത്തിൽ നിന്ന് റോസമ്മ പിന്മാറുകയായിരുന്നു. അതായത് ഐഷയെ കാണാത്തതിന് ശേഷം വർഷങ്ങളോളം റോസമ്മയും സെബാസ്റ്റ്യനും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. റോസമ്മ നമ്മളോട് പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഐഷ റോസമ്മയുടെ അടുത്ത സുഹൃത്തായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അവർ അടുത്ത സുഹൃത്തിനെ, ഇവർ 3 പേർ മാത്രം അറിയുന്ന ഒരു ബന്ധത്തിൽ അടുത്ത സുഹൃത്തിനെ കാണാതായതിനു ശേഷവും റോസമ്മ ഒരു ഘട്ടത്തിൽ പോലും സെബാസ്റ്റ്യനെ സംശയിച്ചിരുന്നില്ല എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതിൽ തന്നെ ഐഷയെ റോസമ്മ നമ്മളോട് വ്യക്തമാക്കിയത് ഐഷയെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയത് ഈ രജിസ്ട്രേഷന് മുമ്പ് പൈസ ചോദിക്കാനായി പോയ ഐഷയാണ് സെബാസ്റ്റ്യൻ കൊന്നതാണ് എന്നാണ് അവർ പറഞ്ഞത്. എന്തുകൊണ്ട് അവർക്ക് ആ സംശയം അന്ന് തോന്നിയില്ല എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഒരു ഘട്ടം കഴിയുമ്പോൾ സെബാസ്റ്റ്യൻ യഥാർത്ഥ സ്വഭാവം ഈ സ്ത്രീകളോടെല്ലാം കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ സെബാസ്റ്റ്യൻ ഇത്തരത്തിൽ ഈ ബന്ധത്തിൽ നിന്ന് സെബാസ്റ്റ്യനിലെ ബന്ധത്തിൽ നിന്ന് റോസമ്മ അത് ഉപേക്ഷിച്ച് മാറുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും സെബാസ്റ്റ്യനെ കുറിച്ച് അവർക്ക് ധാരണ ഉണ്ടാവും. മറ്റൊന്ന്, ഈ സെബാസ്റ്റ്യൻ റോസമ്മ നമ്മളോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് പല തവണ ഐഷയെ കാണാതായതിനു ശേഷം സെയിം മോഡസ് ഓഫ് ഓപ്പറാൻഡി തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. തൻ്റെ ഫോണിലേക്ക് ഐഷ പലതവണ വിളിച്ചിരുന്നു എന്ന് റോസമ്മ പറയുന്നുണ്ട്. പക്ഷേ റോസമ്മ പറയുന്നതിൽ പൂർണ്ണമായും കാര്യങ്ങൾ ശരിയല്ല, സ്ട്രെയിറ്റ് അല്ല. അതിൽ ഇപ്പോഴും അവർ പല കാര്യങ്ങളും ഒളിക്കുന്നുണ്ട് എന്നുള്ളത് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുണ്ട്. തീർച്ചയായും റോസമ്മയെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യത ഈ കേസിൽ നിലനിൽക്കുന്നുണ്ട്. ഇവരെല്ലാവരും, അതായത് വളരെ ട്രെയിൻഡ് ആണ് ഇവർ ഓരോരുത്തരും. ഈ കേസിൽ പുറത്ത് നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ വളരെ ട്രെയിൻഡ് ആണ് എന്നുള്ളതാണ്. ഇവര് അഭിഭാഷകരുമായി കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ആളുകളാണ്. ഒപ്പം തന്നെ പോലീസ് ചോദ്യം ചെയ്യലിനെ എങ്ങനെ അഭിമുഖീകരിക്കണം, ഇവരുടെ പ്രായം, ഇവരുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ പറഞ്ഞ് അഭിമുഖീകരിക്കാൻ ഉള്ള ശേഷി കൈവരിച്ചിട്ടുള്ള ആളുകളാണ്. ഇത്രയും വർഷ കാലയളവ് അത്തരത്തിൽ അവർ ട്രെയിൻഡ് ആക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനെ ബ്രേക്ക് ചെയ്ത അന്വേഷണ സംഘം ഇപ്പോൾ എന്തായാലും 2006 മുതൽ കാണാതായ ബിന്ദു ഉൾപ്പെടെയുള്ള സ്ത്രീകളുടേത് കൊലപാതകമാണെന്നും അത് ഒരു എന്താണ് അതിൽ നടന്നെന്നുള്ള ഫൈൻഡിങ്സിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അതുപോലെ തന്നെ ഈ കേസും അവർക്ക് പുറത്തേക്ക് കൃത്യമായി കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം. ഇത്രയും നാൾ ഒളിഞ്ഞു കടന്ന സത്യങ്ങളെല്ലാം പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇതും അങ്ങനെ ബ്രേക്ക് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് ആണ്. അവർ അത്രയും പ്രതീക്ഷയിൽ തന്നെയാണ് ചേർത്തലയിലെ അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ അനാരോഗ്യമാണ് എന്ന് സെബാസ്റ്റ്യൻ ഓരോ ഘട്ടത്തിലും തൻ്റെ പ്രമേഹമടക്കമുള്ള രോഗാവസ്ഥ ചൂണ്ടിക്കാട്ടി പറയുമ്പോഴും അയാളുടെ മാനസികമായി അയാൾ വലിയ കേപ്പബിലിറ്റി ഉള്ള ഒരാളായിട്ടാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഓരോ തവണയും അയാളുടെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കാര്യം സെബാസ്റ്റ്യൻ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ അയാൾ ഒരു നിശബ്ദത എടുക്കാറുണ്ട്, മിണ്ടാതിരിക്കും. അതിനുശേഷം അത് തുടർന്ന് എന്ത് പറയണം എന്നുള്ള ഒരു ആലോചന പുറത്താണ് സെബാസ്റ്റ്യൻ സംസാരിക്കുന്നതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. മാത്രമല്ല ഇയാളെ മാനസികമായി തകർത്ത് കാര്യങ്ങൾ എടുക്കാനുള്ള ഒരു സാഹചര്യം പോലും അന്വേഷണ സംഘത്തിന് കഴിയുന്നത്. അത്രയും അയാൾ ആ മാനസികാവസ്ഥയിൽ ട്രെയിൻഡ് ആണ്. വളരെ വിദഗ്ധ ഒരു സീരിയൽ കില്ലർ എന്ന് തന്നെയാണ് സെബാസ്റ്റ്യൻ പറയുന്നത്. കാരണം അയാൾക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകരോ ഒന്നുമല്ല, അയാൾ വളരെ ബുദ്ധിപൂർവ്വം ഈ കേസുകളെയും അന്വേഷണ സംഘത്തെയും ഓരോ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ അയാൾ ശ്രമിക്കുന്നുണ്ട്, ഡൈവേർട്ട് ചെയ്യാൻ അയാൾ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും കോട്ടയം ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ബിന്ദു പത്മനാഭൻ കേസിൽ ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ കേട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഏത് രീതിയിൽ അയാൾ ഹിപ്നോട്ടിസം അടക്കമുള്ള കാര്യങ്ങൾ അയാൾ പ്രയോഗിക്കാൻ ശ്രമിക്കുമ്പോഴും അയാളുടെ ഉപബോധ മനസ്സിനെ അയാൾ ഉണർത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം, ഇത്രയധികം കാണാതായ സ്ത്രീകൾ എല്ലാവരും നിരാലംബരായ സ്ത്രീകളായിരുന്നു.
അവർ ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്നവരാണ്. അവരുടെ ആ ഒരു നഷ്ടപ്പെട്ടു പോയ ജീവന് ഇനിയെങ്കിലും അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നുള്ളത് പുറത്തേക്ക് കൊണ്ടുവരാൻ അന്വേഷണ സംഘത്തിന് കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഭവ്യ, അതാണ് എന്തായാലും പള്ളിപ്പുറത്തെ ആ വീട്ടിൽ ഇനി എന്തൊക്കെ മറനീക്കി പുറത്തു വരാനുണ്ട് എന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇപ്പോൾ ഇതാ ഐഷയെ കൊലപ്പെടുത്തിയെന്ന് സെബാസ്റ്റ്യൻ തന്നെ കുറ്റസമ്മതം നടത്തിയെന്ന് കേസ് ഡയറി പറയുമ്പോൾ ഈ പ്രധാനപ്പെട്ട വാർത്ത ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ അതിൽ ഞങ്ങൾക്കും അഭിമാനിക്കാൻ സാധിക്കും. കാരണം ഈ ഐഷ തിരോധാനത്തിൽ ഇപ്പോഴിതാ പ്രതിയിലേക്ക് ഒരു വലിയ കള്ളം മറനീക്കി പുറത്തു വരുമ്പോൾ, ഒരു വലിയ കുറ്റകൃത്യം, ഒരു വലിയ ക്രൂരകൃത്യം പുറത്തേക്ക് എത്തുമ്പോൾ അതിന് വലിയൊരു ഉത്തരവാദിത്തം ആ വാർത്ത പുറത്തെത്തിച്ചതിൽ, ആ പ്രതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതിൽ ന്യൂസ് 18 ഉണ്ട് എന്നതിൽ ഞങ്ങൾക്ക് അഭിമാനിക്കാൻ സാധിക്കും. എന്തായാലും ഇപ്പോഴിതാ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. സെബാസ്റ്റ്യൻ തന്നെ കുറ്റം ചെയ്തിരിക്കുന്നു. അത്തരത്തിലുള്ളൊരു കുറ്റസമ്മത മൊഴി കേസ് ഡയറി വന്നിരിക്കുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന്. ശരണ്യ സ്നേഹനാണ് ഈ പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവിട്ടത്. നമുക്ക്